ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരിലൊരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥന പഠിപ്പിക്കണം. കരമുയർത്തിയൊരു സ്തോത്രം പറഞ്ഞാട്ട്. വെറുതെ കേൾക്കാൻ നിൽക്കരുത്. നമ്മൾ ചിലത് പ്രാപിച്ചിട്ടേ പോകാവൂ. വിശ്വസിക്കുന്നുണ്ടോ? വചനം കേൾക്കുന്നതിലല്ല, അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിലാണ് കാര്യം. ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ഒത്തിരി വചനങ്ങൾ അവർ കേട്ടു. പക്ഷേ അവർ വിശ്വസിക്കായിക കൊണ്ട് കേട്ട വചനം എന്തായി വന്നില്ലെന്നാ? ഉപഹാരമായി വന്നില്ല. വചനം കേൾക്കാത്തത് കൊണ്ടല്ല അവർ രക്ഷപ്പെടാത്തത്, കേട്ട വചനം അവരിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് പകൽ വിശ്വസിക്കുക, എൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജീവൻ വെളിപ്പെടണം. വചനത്തിനൊരു ജീവനുണ്ട്. അതെൻ്റെ മേൽ വെളിപ്പെട്ടാലേ ദൈവപ്രവൃത്തി വെളിപ്പെടത്തുള്ളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആരിൽ? വചനത്തിൽ ജീവനുണ്ടായിരുന്നു. ആ വചനം, ആ ജീവൻ മനുഷ്യരുടെ ഇടയിൽ പ്രകാശിച്ചു. അടുത്ത വചനം പറയുന്നു, ഇരുളിനോ അതിനെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല. നോക്കണം, വചനം ജീവൻ്റെ വചനം, ജീവനായ വചനം ജനത്തിൻ്റെ മേൽ പ്രകാശമായി വെളിപ്പെട്ടപ്പോഴാണ് ഇരുട്ട് മാറിയത്. വല്ലതും പിടികിട്ടിയോ? ഇരുന്ന വചനം, സ്തോത്രം, സ്വർഗത്തിലിരുന്ന വചനം, എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ജനത്തിൻ്റെ മേൽ പ്രകാശമായി വെളിപ്പെട്ടപ്പോൾ ഇരുളിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജീവൻ എൻ്റെ മേൽ വെളിപ്പെട്ടാൽ എന്നിൽ വ്യാപരിക്കുന്ന ഇരുട്ടുകൾ പൂർണ്ണമായി മാറുവാൻ, പൂർണ്ണമായി യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ സ്തോത്രം, അവൻ്റെ ശക്തി ഇതിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. ദൈവമഹത്വത്തിൻ്റെ ശ്രേഷ്ഠത. ഇന്ന് രാത്രി എൻ്റെ ചിന്താവിഷയം ഞാൻ ഇങ്ങനെ കുറിപ്പാൻ ആഗ്രഹിക്കുന്നു: ബി എ പ്രയർ വാരിയർ. ദൈവം നിന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കി തീർക്കണം. വിശ്വസിക്കുന്നുണ്ടോ? എന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കി തീർക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഈ തലമുറയിൽ ദൈവത്തിനാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരാളെയാണ്. എഗസ്കേൽ 22:30 ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ, സ്തോത്രം, ദേശത്ത് മതിൽ കെട്ടി പ്രാർത്ഥിക്കേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടുകിട്ടിയില്ല. സ്തോത്രം. ആ കാലത്ത് ന്യായപ്രമാണം ഉണ്ടായിരുന്ന കാലത്ത്, പ്രവാചകന്മാരുണ്ടായിരുന്ന കാലത്ത്, എല്ലാ ലോയും അനുസരിക്കുന്നൊരു കാലത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ടതിന്, മതിൽ കെട്ടി പ്രാർത്ഥിക്കേണ്ടതിന് ദൈവം ഒരു പുരുഷനെ അന്വേഷിച്ചപ്പോൾ ആരെയും കണ്ടില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിനെ മതിൽ കെട്ടേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ ദൈവം അന്വേഷിച്ചു. അടുത്ത വചനം പറയുന്നു, ആരെയും കണ്ടെത്തിയില്ല. യിരെമ്യാവ് ഇങ്ങനെയാണ് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, യെരൂശലേമിൻ്റെ വീഥികളിൽ ചുറ്റി നടന്ന് സഞ്ചരിപ്പീൻ, അതിൻ്റെ കൊത്തളങ്ങളിൽ ദർശനം ചെയ്ത് നോക്കുവീൻ, ഒരുവനെ കാണുമെങ്കിൽ ഞാൻ ദേശത്തെ നശിപ്പിക്കത്തില്ല. ഇന്ന് രാത്രി ഒരുത്തനെ അന്വേഷിച്ച് കർത്താവ് ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥനാ മനുഷ്യൻ ഞാനായി തീരട്ടെ. എൻ്റെ മേൽ ആ പ്രാർത്ഥനയുടെ കൃപ ഇറങ്ങി വരട്ടെ. എന്നെ ആ പ്രാർത്ഥനാ മനുഷ്യനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്യുകയാണ്. In the name of Jesus. ദൈവം ഒരു പ്രാർത്ഥനാ മനുഷ്യനെ പഴയ നിയമം മുഴുവനും അന്വേഷിക്കുകയാണ്. അവിടെ സ്തോത്രം, ചിലവരൊക്കെ എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും സ്തോത്രം, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകുന്നില്ല. സ്തോത്രം. നീതിമാൻ്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും. ഓരോ കാലഘട്ടത്തിലും ദൈവം ഓരോരുത്തരെ കണ്ടെത്തിയിരുന്നു. ഒരു കാലത്ത് അബ്രഹാം ആണെങ്കിൽ, മോശയാണെങ്കിൽ, ഏലിയാവാണെങ്കിൽ, ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും കണ്ടെത്തി. ഈ കാലഘട്ടത്തിലും ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാനായി തീർന്ന കൃപയ്ക്കായി സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ആ ഒരു ദൈവകൃപ നമ്മുടെ മേൽ വെളിപ്പെടണം. സക്കറിയാവ് 12:10 ഇങ്ങനെയാണ് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ആ നാളിൽ ഞാൻ യെരൂശലേം ഗൃഹത്തിന്മേലും ദാവീദ് ഗൃഹത്തിന്മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരുവാനിടയാകും. ഈ ആത്മാവുള്ളവന് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ.
ഈ ആത്മാവ്, പ്രാർത്ഥനയുടെ ആത്മാവ് എൻ്റെ അകത്ത് ചലിച്ചാലേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ആ ആത്മാവ് ഇന്ന് രാത്രി എൻ്റെ അകത്ത് ചലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ലൂക്കോസ് 11 വരാം. ലൂക്കോസ് 11 വരുമ്പോൾ യേശു ഒരിക്കൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുന്ന പദം ഇങ്ങനെയാണ്: കർത്താവേ, ഞങ്ങളെ കൂടെ ഒന്ന് പ്രാർത്ഥന പഠിപ്പിക്കണം. ഞാൻ ഈ ലൂക്കോസിനെ ഒന്ന് പഠിച്ചു നോക്കിയപ്പോൾ ലൂക്കോസ് ആ കാലഘട്ടത്തിൽ വൈദ്യനായിരുന്നു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഡോക്ടറായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ തൻ്റെ വൈദ്യശാസ്ത്രത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒന്നും കൂടെ പറഞ്ഞാൽ, സ്തോത്രം, വൈദ്യന്മാരൊരിക്കലും പ്രാർത്ഥനയെ വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. വല്ലതും പിടികിട്ടുന്നുണ്ടോ എന്തോ? സ്തോത്രം, ഹല്ലേലൂയ. മെഡിസിൻ കൊടുത്ത് സൗഖ്യമാക്കുവാനും ഡോക്ടറെ കാണുവാനും ഹല്ലേലൂയ ബുദ്ധിയുള്ളവർ പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ് പ്രാർത്ഥിക്കുവാൻ. വല്ലതും പിടികിട്ടിയെങ്കിൽ ഒരു സ്തോത്രം പറ. 18 സംവത്സരം കൊണ്ട് കൂനിയായി നിന്നൊരു രോഗിയെ കണ്ടാൽ ഒരു ഡോക്ടർ പറയും ഇതിന് കൂനാണെന്ന്. പക്ഷേ ഇദ്ദേഹം പറയുകയാണ് 18 സംവത്സരം കൊണ്ട് ബാധ കയറിയിരിക്കുന്നതാണെന്ന്. വല്ലതും പിടികിട്ടിയെന്തോ? ഇദ്ദേഹം ആത്മാവിൽ കാര്യങ്ങളെ വിവേചിക്കുവാൻ തുടങ്ങിയപ്പോൾ പൈശാചിക ശക്തികൾ വീഴാൻ തുടങ്ങി. ഇന്ന് പകലിൽ എല്ലാം രോഗമെന്ന് പറഞ്ഞു നിൽക്കരുത്. എവിടെയൊക്കെയോ പൈശാചിക മേഖലകൾ നമ്മെയും നമ്മുടെ തലമുറകൾക്കെതിരായി കയറി വരുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നൊരു ദൈവ മനുഷ്യനെ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നൊരു ദൈവ മകളെ പരിശുദ്ധാത്മാവ് അന്വേഷിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ മേലെ പുതപ്പ് വീഴുമാറാകട്ടെ. ആ ദൈവകരത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണപ്പാ. പ്രാർത്ഥനയും പരിശുദ്ധാത്മാവുമായിരുന്നു തൻ്റെ വിഷയം. 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക്. പരിശുദ്ധാത്മാവിനെയും പ്രാർത്ഥനയെയും കുറിച്ചാണ് യോഹന്നാൻ എഴുതിയിരിക്കുന്നത്. യേശുവിൻ്റെ 7 തരത്തിലുള്ള, അല്ലെങ്കിൽ 7 സ്തോത്രം വ്യത്യസ്ത തലത്തിലുള്ള പ്രാർത്ഥനകളെ ഈ ലൂക്കോസ് എന്ന ഗ്രന്ഥകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. അതുപോലെ പരിശുദ്ധാത്മാവിൽ ജനിച്ച യേശു ക്രിസ്തു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിൽ സഞ്ചരിച്ചു. അങ്ങനെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവുമായിരുന്നു തൻ്റെ സ്തോത്രം തൻ്റെ ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ വിഷയങ്ങൾ. ഇന്ന് രാത്രി നമ്മുടെയും വിഷയം അതാണ്. പ്രാർത്ഥനയും പരിശുദ്ധാത്മാവും ഒരുപോലെ ചലിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടും. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? നീ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഈ ദേശത്ത് അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. ഈ ദേശത്ത് അധർമ്മത്തിൻ്റെ വ്യാപാരത്തെ ആത്മാവ് വെട്ടിയിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായി തീരുക. നോക്കണം, ഈ ലൂക്കോസ് എഴുതിയിരിക്കുകയാണ്, യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചതിനനന്തരം യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ അടുക്കൽ വന്ന് പറയുകയാണ്, യേശുവേ, ഞങ്ങളെയും എന്ത് ചെയ്യണം? പ്രാർത്ഥന പഠിപ്പിക്കണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഇത്രയും ദിവസം, അല്ലെങ്കിൽ ഇവർ ജനിച്ചത് ന്യായപ്രമാണത്തിന് കീഴിലാണ്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയെന്ന് പറഞ്ഞാണ് യേശുക്രിസ്തുവിനെ ഇവർ അനുഗമിക്കുവാൻ ഇറങ്ങി തിരിച്ചതല്ലേ? സ്തോത്രം. നഥനേല് പറഞ്ഞത് ഇങ്ങനെയാണ്, ഫിലിപ്പോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ മോശയും ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞവനെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവവചനം നല്ലവണ്ണം അറിയാകുന്നുള്ളവരായിരുന്നു ആര്? ഈ ശിഷ്യന്മാരെല്ലാവരും. പക്ഷേ ഇവർ കേട്ട പ്രാർത്ഥനയും, അല്ലെങ്കിൽ ഇവർ കണ്ട പ്രാർത്ഥനയും യേശുവിൻ്റെ പ്രാർത്ഥനയും തമ്മിൽ വ്യത്യസ്തതയുണ്ടായിരുന്നു. ഒരു സ്തോത്രം പറയാമോ? പറഞ്ഞു തരാം. ഇവർ കണ്ട പ്രാർത്ഥന നല്ലവണ്ണം ബൈബിൾ അറിയാകുന്നുള്ള, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൻ്റെ എല്ലാ ലോകളും നല്ലവണ്ണം ആചരിക്കുന്ന പരീശന്മാരും സദൂക്യന്മാരുടെയും പ്രാർത്ഥനയാണ്. അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? വീഥികളുടെ തലയ്ക്കലും വിധവകളുടെ വീടുകളിലും ചെന്ന് വാചാലരായി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആ പ്രാർത്ഥന കണ്ടപ്പോൾ നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ സ്തോത്രം, എയിൽ തുടങ്ങി എയിൽ അവസാനിപ്പിക്കുക, ആയിൽ തുടങ്ങി ആയിൽ പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള പ്രകസനങ്ങളുടെ പ്രാർത്ഥനകൾ ഈ ശിഷ്യന്മാർ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് അറിയാമായിരുന്നു. എൻ്റെ ഭാഷയിലാണ്, ഇവർക്കറിയാമായിരുന്നു. പക്ഷേ ഇവർ അന്ന് സ്തോത്രം, ഇവർ കണ്ടതും ഇവർ കേട്ട
കേട്ടതുമായ പ്രാർത്ഥനകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. ഇദ്ദേഹം സ്തോത്രം നാട്ടുകാരുടെ മുമ്പിലും അല്ലെങ്കിൽ പരീക്ഷന്മാർ കാണിക്കുന്നത് പോലെയോ സദൂക്യന്മാർ ഹല്ലേലൂയ പ്രകടമാക്കുന്നത് പോലെയോ ഒരു തരത്തിലുള്ള പ്രകടനങ്ങളുടെ പ്രാർത്ഥനകളൊന്നും ഈ മനുഷ്യൻ്റെ മേലില്ലായിരുന്നു. ഇദ്ദേഹം തനിച്ചു പോയിരുന്നു പ്രാർത്ഥിക്കുകയാണ്. മലയിൽ കയറി പ്രാർത്ഥിക്കുന്നു. കൂടെ ശിഷ്യന്മാരെ പോലും കൂട്ടുന്നില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ഒരാളും കൂടെ ഉണ്ടെങ്കിലേ പ്രാർത്ഥന വരത്തുള്ളൂ. സ്തോത്രം. വെള്ളിയാഴ്ച ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ട്. പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ശിഷ്യന്മാർ കൂടെ പോയാലും അകറ്റി ഇരുത്തിയിട്ടാണ് പുള്ളിക്കാരൻ പ്രാർത്ഥിക്കുന്നത്. നല്ലൊരു സ്തോത്രം പറയാമെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വ്യത്യസ്തമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ ശിഷ്യന്മാർ ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇതൊന്നും ഇദ്ദേഹം എന്താ പ്രാർത്ഥിക്കുന്നതെന്നറിയത്തില്ല. ഇദ്ദേഹം രാത്രിയാകുമ്പോൾ നിർജ്ജന പ്രദേശത്ത് പോകുന്നു. ഒരു സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? തിരിച്ചു വരുന്നു. ഇത് മാത്രമേ ഇവർക്കറിയത്തുള്ളൂ. പക്ഷേ ഇദ്ദേഹം രാത്രിയിൽ പ്രാർത്ഥിക്കുന്നത് രാവിലെ ഇവർ നടക്കുമ്പോൾ സംഭവിക്കുകയായിരുന്നു. വല്ലതും പിടി കിട്ടിയോന്തോ? യേശു രാത്രിയിൽ ചെന്നിരുന്ന് മാറിയിരുന്ന് പ്രാർത്ഥിച്ചത് രാവിലെ ഗലീലയുടെ മണ്ണിൽ നടക്കുമ്പോൾ ഭൂതങ്ങൾ അലറിപ്പോകാൻ തുടങ്ങി, രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി. ഇന്ന് പകലിൽ നിന്റെ പ്രാർത്ഥന വ്യത്യസ്തമായി തീരണം. നീ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നത് പകലിൽ അതിൻ്റെ പ്രവൃത്തി കാണത്തക്കവണ്ണം. വെറുതെ പ്രാർത്ഥിക്കരുത്. നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിൻ്റെ മറുപടികൾ നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണത്തക്ക വിധത്തിൽ ഒരത്ഭുതകരം അങ്ങനൊരു പ്രാർത്ഥനയുടെ അഭിഷേകം ഈ സഭയ്ക്കകത്ത് ഞാൻ തുറക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ നാളുകൾ നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നിന്റെ കൺമുൻപിൽ കാണത്തക്ക വിധത്തിൽ, നീ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടികൾ നീ പകലിൽ കാണത്തക്ക വിധത്തിൽ. യേശുവിൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥനയുടെ മഹത്വം ഞാൻ ചിന്തിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രാർത്ഥനയായിരുന്നു. എന്തായിരുന്നു? യേശുവിൻ്റെ പ്രാർത്ഥന കണ്ടാൽ ഒരുവന് പ്രാർത്ഥിക്കാൻ തോന്നും. ഒരു സ്തോത്രം പറ. നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടാൽ ഒന്നെത്തി അവസാനിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അടുത്തിരിക്കുന്നവർ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് പിടി കിട്ടിയോന്തോ? ഒരു സ്തോത്രം പറ. നമ്മുടെ പ്രാർത്ഥന ഞായറാഴ്ച ഒരാൾ ഇച്ചിരി നേരം കൂടി പോയത് ഞായറാഴ്ച ഇങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത്? അങ്ങനെയല്ല. ഒരു സ്തോത്രം പറയാന്നേ, സന്തോഷത്തോടെ പറയാന്നേ. അപ്പം നമ്മുടെ പ്രാർത്ഥനകൾ അവസാനിച്ചാൽ കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ടായിരിക്കുന്നത് നമ്മളൊക്കെ. 8 മണിക്കൂറൊക്കെ ഞങ്ങളിരുന്ന് ഞങ്ങൾക്ക് തന്നെ ഞാൻ പറഞ്ഞില്ല ഒരു പ്രെയർ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ വന്നിരിക്കുന്നവർ എപ്പോൾ 8 മണിയാകുമോ 8 മണിക്കൂർ തികയുമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? പക്ഷേ ഇവിടുത്തെ ശിഷ്യന്മാരെ നോക്ക്. യേശുവിൻ്റെ പ്രാർത്ഥന കണ്ടപ്പോൾ ഇവർക്കും ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു വെളിപ്പാട്, ഒരു വെമ്പലുണ്ടാകുകയാണ്. വല്ലതും പിടി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞോണം കേട്ടോ. കാരണം ഇവൻ്റെ പ്രാർത്ഥനകളെല്ലാം റിസൾട്ട് കാണുന്ന പ്രാർത്ഥനയായിരുന്നു. വെറുതെ നിർജ്ജന പ്രദേശത്ത് പോയിരിക്കുകയല്ല, രാത്രിയിൽ മലമുകളിൽ കയറിയെങ്കിൽ ആ പ്രാർത്ഥനയുടെ മറുപടി താഴ്വരയിൽ യേശു കണ്ടിരിക്കും. രാത്രി മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥനയുടെ അഭിഷേകം നിന്റെ മേൽ തുറക്കുന്നത്. വെറുതെ പ്രാർത്ഥിക്കരുത്. നീ മുട്ടുമടക്കിയാൽ അതിൻ്റെ റിസൾട്ട് കാണത്തക്ക വിധത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നീ കേൾക്കുന്നത് കാണുന്ന, നീ പ്രാർത്ഥിക്കുന്നത് പ്രാപിക്കുന്ന. യേശുവിൻ്റെ പ്രാർത്ഥന ഇൻഫ്ലുവൻസ് ചെയ്തു. ഒന്നും കൂടെ പറഞ്ഞ, എൻ്റെ പ്രാർത്ഥന എൻ്റെ തലമുറകളിലേക്ക് പകരപ്പെടണം. പരീശന്മാരുടെ പ്രാർത്ഥനകൾ കണ്ടു വളർന്ന് കേട്ടു വളർന്നൊരു തലമുറയിൽ നിന്ന് നോക്കണം, യേശുവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന നിലവാരത്തിൽ, ഒന്നും കൂടെ പറഞ്ഞാൽ പകരുന്ന നിലവാരത്തിലായിത്തീർന്നു.
വല്ലതും പിടി കിട്ടിയോന്തോ, വല്ലതും പിടി കിട്ടുന്നുണ്ടോ? കാരണം ശിഷ്യന്മാർ പറയുക, പരീശന്മാർ പ്രാർത്ഥിക്കുന്നത് പോലെയാണെങ്കിൽ അവരെടുത്ത് പറഞ്ഞു തരുമെന്നും വേണ്ട, പക്ഷേ അത് കേൾക്കുമ്പോൾ നമുക്കൊന്ന് അഡോപ്റ്റ് ചെയ്യാൻ തോന്നും. അതുപോലെ ലിസൺ ചെയ്തിട്ട് അല്ലെങ്കിൽ അത് എഴുതിയെടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ യേശു പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കണമെങ്കിൽ അത് കേട്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. വേറെ എന്തോ അവൻ്റെ അകത്ത് ചലിക്കുന്നുണ്ട്. അതെൻ്റെ മേൽ പകരപ്പെട്ടാലേ എനിക്കും ആ ലെവലിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ജീസസ്, അങ്ങനെ ഒരു പകരുന്ന പ്രാർത്ഥന. അതിനുവേണ്ടി ഞാനൊരു ദൂതിങ്ങനെ കൈമാറാം. സ്തോത്രം. ഹന്ന പ്രാർത്ഥിച്ചൊരു മനുഷ്യനെ ഒരു കുഞ്ഞിന് ജന്മം നൽകി. നിങ്ങൾ വായിച്ചു നോക്ക്. തൻ്റെ ജീവിതത്തിൽ മുഴുവനും പ്രാർത്ഥന കൊണ്ട് ജീവിച്ചൊരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ മാത്രമേ ഉള്ളൂ. വല്ലതും പിടി കിട്ടിയോ? ഒറ്റ പ്രാർത്ഥന കയറി ചെന്ന് മുഖം വാടി, സ്തോത്രം, അതുവരെ മുഖം വാടി ജീവിച്ചവൾ ഒരു സമയമായപ്പോൾ, സ്തോത്രം, ആലയത്തിൽ ചെന്നിരുന്ന് കരഞ്ഞെന്ന് എഴുതിയിരിക്കുന്നത്. രണ്ടിടത്ത് കരഞ്ഞു എന്ന് വീട്ടിൽ ചെന്ന് വായിക്കണമേ. രണ്ടിടത്ത് കരഞ്ഞു എന്ന് കാണിക്കും. 1-ാം അധ്യായത്തിൽ താൻ വീട്ടിലിരുന്നും കരഞ്ഞു. അത് ദൈവം കേട്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവൾ ചെന്ന് മാറിയിരുന്ന ആലയത്തിലിരുന്ന് കരഞ്ഞു. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? വെറുതെ നിൻ്റെ കണ്ണുനീര് ഒഴുക്കി കളയരുത്. ഞാൻ അതിനെ ഇങ്ങനെ പറയാം. 1-ാമത്തെ കരച്ചിൽ തൻ്റെ ഡിപ്രഷനിൽ അല്ലെങ്കിൽ തൻ്റെ കുത്തുവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വികാരഭരിതമായ കരച്ചിലുണ്ടല്ലോ, അതാ. നിങ്ങൾ പോയോന്ന്, കർത്താവേ അതൊക്കെ അവർ പറഞ്ഞല്ലോ, എനിക്കിനി ഞാൻ വരുന്നില്ല എന്നൊക്കെ. അയ്യോ, അപ്പം മറ്റേ പുള്ളിക്കാരൻ വന്ന് തട്ടിയിട്ട് പറയടാ, 10 മക്കളെക്കാൾ അല്ലേ, 10 മക്കളെക്കാൾ ഒരു ഭർത്താവ് ഞാൻ ഇല്ലേ, സ്തോത്രം പറയാന്നേ. സന്തോഷത്തോടെ സ്തോത്രം. ആ കാലഘട്ടത്തിൽ നല്ലൊരു മനുഷ്യനാകട്ടോ ഈ ഹന്നയുടെ ഭർത്താവ്. കാര്യം എന്താണെന്നറിയാമോ? അന്നത്തെ കാലത്ത് മക്കളില്ല എങ്കിൽ ആ ഭാര്യമാരെ സ്നേഹിക്കുക, ഒന്ന് മാറ്റി നിർത്തുകയാണ് പതിവ്. ആ കാലഘട്ടത്തിൽ യഹൂദന്മാരുടെ കൾച്ചറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർ മക്കളില്ല എങ്കിൽ ആ ഭാര്യയെ മാറ്റി മക്കളെ ജനിപ്പിക്കാൻ വേണ്ടിയാണ് അവരൊക്കെ, സ്തോത്രം, ഇങ്ങനെ വിവാഹമൊക്കെ ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ ഇവൾ മക്കളില്ല ഇതിരിക്കുമ്പോഴും അവളുടെ, സ്തോത്രം, പെനീനയ്ക്ക് മക്കൾ ഉണ്ടാകുമ്പോഴും ഇദ്ദേഹത്തെ കുറ്റം പറഞ്ഞില്ല. കാരണം ഇദ്ദേഹത്തിന് മറ്റവരിൽ മക്കളുണ്ട്, ഇവളിൽ മക്കളില്ല. അപ്പം ഹന്നയ്ക്ക് ആ കുഴപ്പം. ഒരു സ്തോത്രം പറയാന്നേ, ലൈവ് എടുക്കല്ലെന്ന് പറഞ്ഞത്. പക്ഷെ ആ കുഴപ്പം കണ്ടിട്ടും ഇവളെ തള്ളിക്കളഞ്ഞില്ല. പറഞ്ഞു. അവളെന്താ പറഞ്ഞേ? എടാ 10 മക്കളെക്കാൾ എന്ന് പറഞ്ഞാൽ അത്ര സ്നേഹമായിരുന്നു പുള്ളിക്കാരൻ. സന്തോഷത്തോടെ സ്തോത്രം പറയാന്ന്. ഇവള് ചെന്ന് ആലയത്തിൽ ചെന്നിരുന്ന് കരഞ്ഞെന്ന് എഴുതിയിരിക്കുന്നത്. ആദ്യം ഇവിടെ വീട്ടിൽ ഇരുന്നും കരഞ്ഞു, പക്ഷെ ദൈവം കേട്ടതായിട്ട് എഴുതിയിട്ടില്ല. പക്ഷെ ആലയത്തിൽ ചെന്നിരുന്നു അവൾ കരഞ്ഞു. ആലയത്തിൽ ചെന്നിരുന്ന് കരഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. മനസ്സിലായോ? മറ്റത് ഡിപ്രഷനിൽ നിന്നോ ഏതെന്ന കണ്ണീരായിരുന്നു, വീണ്ടും കണ്ണീര് വന്നുകൊണ്ടേയിരുന്നു. മറ്റേ ആലയത്തിൽ ചെന്നപ്പോൾ ഈ കണ്ണീര് പകർന്നു കഴിഞ്ഞപ്പോൾ വിഷയം സോൾവായി. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? വെറുതെ കരയാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എൻ്റെ കണ്ണുനീരൊക്കെയും അങ്ങയുടെ തുരുത്തിയിലാക്കി ദൈവം എനിക്ക് മറുപടി തരുന്നു. വെറുതെ പ്രാർത്ഥിക്കരുത്, വെറുതെ കണ്ണുനീരൊഴുക്കരുത്. നീ വിശ്വസിക്ക്, എൻ്റെ കണ്ണുനീർ നിലത്തല്ല, എൻ്റെ കണ്ണുനീർ അങ്ങയുടെ തുരുതിക്കകത്താണ്. ഒരു സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത് എന്തെന്നറിയാമോ? ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണുനീർ കൊണ്ട് എൻ്റെ കിടക്കയൊക്കെയും നനയ്ക്കുന്നു. അതൊരു സങ്കീർത്തനം. പക്ഷേ അടുത്തൊരു സങ്കീർത്തനത്തിൽ താൻ പറയുക, ഞാൻ കിടക്കയിലല്ല നനച്ചത്. വല്ലതും പിടി കിട്ടിയെന്നോ? നഗ്നനേത്രം കൊണ്ട് കണ്ണു തുറന്നു നോക്കിയപ്പോൾ തലങ്ങണ നനഞ്ഞിരിക്കുകയാ. പക്ഷേ ആത്മകണ്ണുകൊണ്ട് നോക്കിയപ്പോൾ തലങ്ങണയല്ല കാണുന്നത്, ഒരു തുരുത്തി ഇങ്ങനെ വെച്ചിരിക്കുന്നു. ആ തുരുത്തിയിലേക്ക് ഇവൻ്റെ കണ്ണുനീർ നിറയുന്നൊരു കാഴ്ച. ഇന്ന് രാത്രി വെറുതെ കരയാൻ നിൽക്കരുത്. ആരോടോ ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാ, പരിശുദ്ധാത്മാവ് നിന്റെ കണ്ണുനീർ കണ്ടിട്ട് വെറുതെ ഇരിക്കത്തില്ല, നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുക. ഹന്നയ്ക്ക് വേണ്ടി ദൈവകരം ചലിച്ചെങ്കിൽ അടുത്ത ആണ്ടിൽ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പ്രവൃത്തി. കിട്ടിയോ? ഒറ്റ പ്രാർത്ഥന കൊണ്ടാ ഒരു മനുഷ്യനെ നേടിയത്. അവന് പറഞ്ഞു കൊടുത്തായിരുന്നോ പ്രാർത്ഥന?
മോനെ ഇങ്ങനെയാ പ്രാർത്ഥിക്കാനുള്ളതെന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു. എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് തൻ്റെ ജീവിതം മുഴുവനും പ്രാർത്ഥനയായിരുന്നു. വല്ലതും പിടി കിട്ടുന്നുണ്ടോന്നോ? നീ ദൈവത്തിനുള്ളവനാണ്, നിന്നെ ഞാൻ ഇങ്ങനെയാ പ്രാർത്ഥിച്ച് നേടിയതെന്ന് ചിലപ്പോൾ പറഞ്ഞു കാണും, അവനെ കൊണ്ടാക്കാനുള്ളതായതുകൊണ്ട്. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? നേർന്നതാ മോനെ നിന്നെ പ്രാർത്ഥിച്ചാ കിട്ടിയത് എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ കൊടുത്തതെല്ലാം പ്രാർത്ഥനയായിരുന്നു, പകർന്നു കൊടുത്തു. വല്ലതും പിടി കിട്ടിയെങ്കിൽ ഒരു സ്തോത്രം പറ. നമ്മുടെ മക്കൾ അല്ല ഇവൻ നന്നാവത്തില്ലെന്നാ പകർന്നു കൊടുക്കുന്നത്. വല്ലതും പിടി ഇവൻ കഴുതയെന്നാ പറയുന്നത്. അങ്ങനെ പറയരുത്. നിന്റെ മക്കൾ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നീ അവൻ്റെ തലയെ കൈവച്ച് പറയണം, എൻ്റെ മക്കൾ സ്തോത്രം എൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും. നിന്റെ പുത്രിമാർ അരമനയുടെ മാതിരിയിൽ കൊത്തിവെച്ച മൂലത്തൂൺ പോലെ ഇരിക്കും. പിശാച് പറയും നടക്കത്തില്ലെന്ന്, നീ പറയും ഇല്ല, എൻ്റെ തലമുറ നിലനിൽക്കും. നമ്മളിൽ ആദ്യം പോകേണ്ടത് അവിശ്വാസത്തിൻ്റെ വാക്കാണ്. ആദ്യം പോകേണ്ടത് എന്താണ്? വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തണം. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു മനുഷ്യനാണ് സ്തോത്രം ദാവീദ്. 3-ാം സങ്കീർത്തനത്തിൽ താൻ എഴുതിയിരിക്കുകയാണ്, ദൈവമേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു, എനിക്ക് ദൈവത്തിൽ നിന്ന് രക്ഷയില്ലെന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നമ്മെപ്പോലെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, വൈരികൾ ഒത്തിരി പെരുകിയിരിക്കുക. പക്ഷേ അടുത്ത വചനം എന്താ പറയുന്നത്? നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ലോകം എൻ്റെ മുമ്പിൽ പറയുന്നത് നിനക്ക് രക്ഷയില്ലെന്നാ, പക്ഷേ ലോകം പറയുന്നതല്ല ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത്. ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത് രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. അവൻ തൻ്റെ ജനത്തെ വിടിവെക്കും. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. He is my substander, he is my savior, he is my strength, he is my light. അവനാണ് എൻ്റെ വെളിച്ചം, അവനാണ് എൻ്റെ രക്ഷ, അവനാണ് എൻ്റെ പാറ, അവനാണ് എൻ്റെ ശൈലം. ലോകമെന്തോ ഉഴകട്ടെ, സ്തോത്രം, പർവ്വതങ്ങൾ ഇരച്ച് കലങ്ങി നദിക്ക് ചുറ്റും വീഴട്ടെ, പക്ഷെ ഞാൻ കുലുങ്ങി പോകത്തില്ല. ഈ ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ നീ തകരത്തില്ല. ഈ ഡിക്ലറേഷനാണ് നമ്മുടെ അകത്ത് വേണ്ടത്. ഹന്ന പകർന്നു കൊടുക്കുകയാണ്. നോക്ക്, തലമുറ വളരും തോറും അവൻ പ്രാർത്ഥനയിൽ വെളിപ്പെടാൻ തുടങ്ങി. സ്തോത്രം. പ്രാർത്ഥന കൊണ്ട് യുദ്ധം ചെയ്ത മനുഷ്യൻ. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? ബൈബിളിൽ പ്രാർത്ഥന വാളും കുന്തവും വേലും ഒന്നുമില്ലാതെ യുദ്ധം ചെയ്ത ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാമെങ്കിൽ അത് സ്തോത്രം ശമൂവേലായിരുന്നു. താൻ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി ഒഴിച്ചു ഒരു ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ബൈബിൾ പറയുന്നു, യഹോവ ഇടി മുഴക്കി ഫെലിസ്ത്യരെ ഓട്ടിച്ചു കളഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് യഹോവ ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചു എന്ന് പറഞ്ഞ് ഏസർ എന്ന് പേരിട്ടു. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, യഹോവ എനിക്ക് സഹായകൻ, ഞാൻ കുലുങ്ങി പോകത്തില്ല. എൻ്റെ പ്രാർത്ഥനകൾ വെറുതെയല്ല, എൻ്റെ പ്രാർത്ഥനകൾ വെറുതെയല്ല. എനിക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. യഹോവ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ്റെ കരം വീര്യം പ്രവർത്തിക്കും. യേശുവിൻ്റെ പ്രാർത്ഥന ഇൻഫ്ലുവൻസ് ചെയ്യുവാനിടയായി. എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുവാനിടയായി? പകരപ്പെടുകയെ, അടുത്ത ജനറേഷനിലേക്ക് പകരപ്പെടുകയെ. ഒന്നും പകരാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥന പകർന്നോണം. ഒരു സ്തോത്രം പറ. നമുക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല, പക്ഷെ നിന്നെപ്പോലെ പ്രാർത്ഥിക്കുന്നതാണ് നിൻ്റെ തലമുറയെങ്കിൽ, നീ നിലനിന്നെങ്കിൽ നിൻ്റെ തലമുറയും നിലനിന്നിരിക്കും. ഈ തലമുറയ്ക്ക് കിട്ടാതെ പോയ ഒരു സൗഭാഗ്യമാ പ്രാർത്ഥന. ഞാൻ പറഞ്ഞല്ലോ, ഒരു തലമുറ അല്ലെങ്കിൽ പിതാക്കന്മാർ സ്തോത്രം അവർ പ്രാർത്ഥിച്ചും ആരാധിച്ചും അവർ സ്തുതിച്ചും ഉപവസിച്ചും കരഞ്ഞും അടുത്ത തലമുറയ്ക്കൊന്ന് കൈമാറി. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ചതാ. പൗലോസ് പറയുന്നൊരു പദം ഇങ്ങനെയാണ്, ഏത് നേരത്തും പറ ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. ഇതാണല്ലോ എഫെസോസിലെ സഭയ്ക്കായി എഴുതിയിരിക്കുന്നത്. 10-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ എഫെസോസിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ പ്രാർത്ഥിച്ചാണ് ഇത് സ്ഥാപിച്ചത്. ഹി എസ്റ്റാബ്ലിഷ്, ഇത് സ്ഥാപിച്ചത് ഞാൻ പ്രാർത്ഥിച്ച. എന്താ? വളരെ കണ്ണുനീരോടും താഴ്മയോടും ആലോചനകളൊന്നും മറച്ചു വെക്കാതെ ഒരു സഭ ആര് സ്ഥാപിച്ചു? പറ.
പൗലൂസ് സ്ഥാപിച്ചു. ആത്മാവിൽ പോരാടിയും യുദ്ധം ചെയ്തും ദൈവകൃപയിൽ ആശ്രയിച്ചും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് ഈ മനുഷ്യൻ ഈ സ്തോത്രം ഈ എഫെസോസ് എന്ന ഈ ചർച്ചിന് വേണ്ടി പോരാടി അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, കൊടിയ ചെന്നായ്ക്കൾ വരും, സ്തോത്രം, നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മുൻപോട്ട് പോകുന്തോറും എല്ലാം ഉണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്ന ഒരു ജനതയെ എഫെസോസ് സഭ തീരുകയാണ്. വല്ലതും പിടികിട്ടും. എല്ലാം ഉണ്ട്, ചർച്ചുണ്ട്, വിശ്വാസികളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്ന് പറയാന്നേ അറിയത്തില്ല. ഈ പൗലൂസ് തുടങ്ങിയപ്പോൾ ചർച്ചില്ലായിരുന്നു, വല്ലതും പിടികിട്ടുന്നു, ആരുമില്ലായിരുന്നു. വെറുതെ ഒരു ദൂതുമായി ഒരു ദർശനവുമായി എഫെസോസിൽ ചെന്ന് താൻ പറയുകയാണ്, ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് മാനുഷികമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? 12 പേരെ തിരഞ്ഞെടുത്ത് ആസിയയിൽ ഒരു വലിയ പ്രവൃത്തിയൊക്കെ ചെയ്ത് ഒരു കൂട്ടം പേരെ താൻ നേടി അടുത്ത തലമുറയ്ക്ക് കൈമാറി. പക്ഷേ കിട്ടിയ സ്തോത്രം ഈ ജനറേഷനിലേക്ക് കൈമാറിയ ഈ സ്തോത്രം ഹല്ലേലൂയ ദൈവകൃപയുടെ ആഴം, അല്ലെങ്കിൽ ഈ ചർച്ചിനെ ടേക്ക് കെയർ ചെയ്യാൻ ഇവർക്ക് അറിഞ്ഞുകൂടാതെ പോയി. 1 അധ്യായത്തിൽ പൗലൂസ് പറയുന്നത് എന്തെന്നറിയാമോ? അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും തൻ്റെ വിശുദ്ധന്മാരിൽ തൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന്, നിങ്ങൾ കേട്ടില്ലേ, അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ആര്? പൗലൂസ്. കാരണം സാധനം കിട്ടി, പക്ഷെ ഇതെങ്ങനെയാ ഓപ്പറേറ്റ് ചെയ്യാവുള്ളതെന്ന് ഇവർക്ക് എല്ലാം പിടി കിട്ടുന്നുണ്ടോ? ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ എന്തില്ല, ഇത് എങ്ങനെയാ ഓപ്പറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ഉള്ളവരെയും കൊണ്ട് നമ്മൾ ഇരിക്കുക. വല്ലതും പിടി കിട്ടുന്നുണ്ടോന്നോ? വല്ലതും പിടികിട്ടും. 1000 വിശ്വാസികൾ. എൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് ഈ ജനറേഷൻ. എന്നെയും കൂടെ ചേർത്താ ഞാൻ പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ പിതാക്കന്മാർ 1000 വിശ്വാസികളെ നേടി തന്നു, അടുത്ത ജനറേഷനിലേക്ക് കൈമാറി തന്നു. നമ്മൾ ഈ 1000 വിശ്വാസികളെയും കൊണ്ട് പോകുന്നതല്ലാതെ അത് 10,000 ആകുന്നുണ്ടോ? പോട്ടെ, അതിൽ 2000 ആകുന്നുണ്ടോ? നിങ്ങൾ പോയോന്തോ? ഇത് എഫെസോസിൽ പറ്റിയത് എന്താ? 6 അധ്യായം നാം പറയുന്നത്, നിങ്ങളെല്ലാവരും ഒരു ആർമി ഫോഴ്സ് ആയിത്തീരണം, ഒരു ആർമി സോൾജിയേഴ്സ് ആയിത്തീരണം. എന്നിട്ട് ഏത് നേരത്തും എന്ത് ചെയ്യണം? ആത്മാവിൽ പോരാടിക്കൊണ്ട് നിന്നാലേ സഭ വളരത്തുള്ളൂ. നിങ്ങൾക്ക് ഇപ്പം പിടി കിട്ടിയെന്ന് തോന്നുന്നു. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? വെറുതെ അല്ല ദൈവം നമ്മുടെ മേൽ ആത്മശക്തി പകർന്നത്. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? പാട്ട് പാടുമ്പോൾ 2 അന്യഭാഷ പറയാനല്ല, നീ അന്യഭാഷ പറയുമ്പോൾ ഈ ദേശത്തിൻ്റെ അധർമ്മത്തിൻ്റെ ശക്തി താഴെ വിഴിഞ്ഞിട്ട് ദൈവരാജ്യത്തിൻ്റെ മഹത്വം ഈ ദേശത്ത് കെട്ടിപ്പടുത്താൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നിന്റെ അകത്ത് പകർന്നിരിക്കുന്നത്. ഇന്ന് പകലിൽ, ഇന്ന് രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പോരാളിയായി യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയും, യേശുവെ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥന പഠിപ്പിക്കണം. യേശു ഒരു വലിയ ലിസ്റ്റ് ഇടുകയാണ്, അല്ലെങ്കിൽ ഒരു സ്തോത്രം തിയറി പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ ഒരു തിയറി പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവരാജ്യം ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ഒന്ന് സ്തോത്രം പറ. ദൈവത്തിൻ്റെ നാമം. എൻ്റെ ചോദ്യം, ദൈവത്തിൻ്റെ നാമം അശുദ്ധമായി പോയോ? ഹല്ലേലൂയ, പോയോ നിങ്ങളെല്ലാവരും? യേശു പഠിപ്പിക്കുകയാണ്, എൻ്റെ നാമത്തെ വിശുദ്ധീകരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ. യിരെമ്യാ പ്രവചൻ്റെ പുസ്തകം എന്തെന്ന് പറയുന്നത്? നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം അശുദ്ധമായി മാറി. എന്താ കാരണം? യേശുവിൻ്റെ നാമം പറയുന്ന അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്ന നമ്മൾ വചനം കേൾക്കുകയും ആരാധിക്കുകയും ചെയ്തിട്ട് ആ ദൈവപ്രവൃത്തി നമ്മിലുണ്ടാകുന്നില്ല. വല്ലതും പിടി കിട്ടിയോ എന്തോ? നമ്മൾ ഇത് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നേ കൈയടിച്ച് വിടുന്നതും ഇത് പ്രവർത്തിക്കുന്നു, പക്ഷെ ഇത് നമ്മളിൽ വെളിപ്പെടുന്നില്ല. അപ്പൊ ജനം ചോദിക്കുന്നത് എന്താ? നീ പ്രാർത്ഥിച്ചിട്ടും വല്ല ഗുണമുണ്ടോ? 2 രീതിയിൽ അവർ ചോദിക്കുന്നത്. ഒരു സ്വത്രം പറ. ഒന്ന്, നമ്മുടെ കൈയിരിപ്പ് കൊണ്ട് ഒരു ചോദിക്കുന്നുണ്ട്, ഒരു സ്വത്രം പറയാന്ന് സന്തോഷത്തോടെ പറ. കർത്താവ് പറയുകയാണ്, നിന്റെ അകത്ത് യഥാർത്ഥ പ്രാർത്ഥന വെളിപ്പെട്ടാലേ എൻ്റെ നാമത്തിൻ്റെ ശക്തി നിന്നിലൂടെ ഈ ദേശത്ത് വെളിപ്പെടത്തുള്ളൂ.
വിശ്വസിക്കാമോ? ഇന്ന് രാത്രി അങ്ങനൊരു ചലനം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ നാമം ദേശത്ത് വെളിപ്പെടുന്നത് ഉയരുന്ന ഞാൻ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ നാളുകളിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, ഈ വചനത്തിൻ്റെ ശക്തി ഈ പട്ടണത്തിനകത്ത് ചിലർ ഓടിക്കൂടട്ടെ, ഇതിനകത്തേക്ക് ചിലർ ഇരമ്പി അടിക്കട്ടെ. തിലമാര തള്ളി കയറുന്നത് പോലെ ജനം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ സഭയ്ക്കകത്തേക്ക് തള്ളിക്കയറട്ടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ നാമം സർവ്വലോകത്തെക്കാളും മഹത്വമുള്ളത്. നിന്റെ നാമത്തിന്റെ മുമ്പിൽ സകല ഭൂവാസികളും മുട്ടുമടക്കുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഈ നാളുകൾ അവന്റെ നാമത്തെ ആരാധിപ്പാൻ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. പഠിപ്പിക്കുക, നിന്റെ മേലൊരു പ്രാർത്ഥന വെളിപ്പെടണം. ഒരു സ്തോത്രം പറയാന്നേ. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഒരു തിയറിയുടെ ലെവൽ യേശു തുറക്കുകയാണ്. എന്താ കാര്യം? നിങ്ങളിൽ ഒരു സ്നേഹിതൻ ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതൻ നിൻ്റെ ഭവനത്തിൽ വരുമ്പോൾ അവന് സ്തോത്രം, അവൻ നിൻ്റെ സ്നേഹിതന് വേണ്ടി മറ്റൊരു സ്നേഹിതനോട് ചെന്ന് നീ സ്തോത്രം അപ്പം വായ്പ വാങ്ങാൻ പോകുമ്പോൾ അവൻ സ്തോത്രം നിരന്തരം മുട്ടിക്കും നിമിത്തം അവൻ എടുത്ത് എന്ത് ചെയ്യും? തൃപ്തി വരുവോളം, കുറേ എക്സ്ക്യൂസൊക്കെ പറഞ്ഞെങ്കിലും തൃപ്തി വരുവോളം തരുവാനിടയാകും. അങ്ങനെയാണെങ്കിൽ ദോഷി. എന്നിട്ട് യേശു വീണ്ടും പറയുകയാണ്, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മകൻ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. പ്രാർത്ഥന പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ യേശു എന്താ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ. നല്ലൊരു സ്തോത്രം പറഞ്ഞോണേ. പ്രാർത്ഥന പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ ശിഷ്യന്മാരെടുത്ത് യേശു പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ എന്നോട് യാചിക്കുന്നവർക്കേവർക്കും പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നിന്റെ അകത്ത് യഥാർത്ഥ പ്രാർത്ഥന വെളിപ്പെടുന്നത് ആത്മാവ് യഥാർത്ഥവണ്ണം ചലിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഇന്ന് രാത്രി ആത്മാവിൻ്റെ ഒരു അസാധാരണമായ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരുന്ന രാത്രിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ രണ്ട് ദൂതുകളെ ആഴത്തിൽ പറഞ്ഞ് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി നമ്മുടെ മേലൊരു ആത്മാവിൻ്റെ പകർച്ച സംഭവിക്കും. വിശ്വസിക്കുന്നുണ്ടോ? ഞാനും സ്തോത്രം ഈ റെവലേഷനെ കുറിച്ച് എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരിക്കൽ സ്തോത്രം 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ, സ്തോത്രം, എന്നോട് ദൈവം പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ കാരണം? സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്ക് സ്തോത്രം ഈ പ്രാർത്ഥനയുടെ ഗിഫ്റ്റിനെ ഓപ്പറേറ്റ് ആക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഞാൻ കാണുവാനിടയായി, അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സ്തോത്രം പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ സ്തോത്രം ദൈവത്തോട് ചോദിച്ചു, ഹല്ലേലൂയ, ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള പ്രെയർ ആ സിസ്റ്ററിൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷേ അങ്ങനൊരു പ്രാർത്ഥന ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങൾ പോയോ എന്തോ? എല്ലാവരും പ്രാർത്ഥിക്കുമ്പം കൂട്ടത്തിൽ പ്രാർത്ഥിക്കും, പിന്നെ ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കും. ഉപവസിച്ചിട്ടുണ്ട്, 40 ഇരുന്നിട്ടുണ്ട്, 21 ഇരുന്നിട്ടുണ്ട്. പക്ഷേ അവർ ചോദിച്ചല്ലെങ്കിൽ അവർ എന്നോട് പറഞ്ഞ ആ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ അങ്ങനൊരു പ്രാർത്ഥന എൻ്റെ അകത്ത് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, കർത്താവേ, എന്താ ഇങ്ങനെ അവർ പറഞ്ഞ കാര്യമാണ് ആ റെവലേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അസാധാരണമായ ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള പ്രെയർ എനിക്കില്ലാതിരിക്കെ പിന്നെ എങ്ങനെയാ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ അവർക്കത് ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, എനിക്കില്ലാത്തതല്ല, ഞാൻ അറിയാത്തതാ. ഒരു സ്തോത്രം പറയാന്ന്. നമ്മളീ പല കാര്യങ്ങളും ഉണ്ട്, പക്ഷെ നമ്മളിതൊന്നും അറിയാത്തത്. അതല്ലേ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, വിളിയാലുള്ള ആശ
ഇന്നതെന്നും അവൻ്റെ വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും പ്രാപിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, അറിയേണ്ടതിന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി എൻ്റെ അകത്തുണ്ട്. ഇത് ഞാൻ തിരിച്ചറിയുമ്പോൾ ഇത് ഓപ്പറേറ്റ് ആയിക്കോളും. പലതും ഞാൻ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഓപ്പറേറ്റ് ആകാത്തത്. വല്ലതും പിടി കിട്ടുന്നു. ഈ നാളെ വിശ്വാസത്തോടെ നീ ടേക്ക് എ സ്റ്റെപ്പ്. അത് സംഭവിക്കാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അകത്തും ഒരു ആത്മാവിൻ്റെ പകർച്ചയുണ്ട്. പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ അത് മണ്ണിട്ട് മൂടിയിട്ടിരിക്കുകയാണ്, എവിടെയോ അത് മറച്ചിട്ടിരിക്കുകയാണ്, അതിനെ റൂമാൽ പൊതിഞ്ഞ് കുഴിച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് പകലിൽ നിന്റെ അകത്തിരിക്കുന്ന താലന്തിനെ, ഗിഫ്റ്റിനെ ഓപ്പറേറ്റ് ചെയ്യുക. ഹസാലിമന ജൽമനാദന വൈഷമാന ഹസ്തന റജീനി മഹാനിയ. ആ പ്രാർത്ഥനയ്ക്കൊടുവിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നൊരു വാക്യഭാഗമായി ഈ 11-ാം അധ്യായം. ഈ 11-ാം അധ്യായം കൊണ്ട് ഞാൻ സ്തോത്രം ഒരൊറ്റ ദേശത്തല്ല, ഞാൻ രാജ്യങ്ങൾക്കകത്ത് ഇന്നും എൻ്റെ അകത്തൊരു തീനാളം പോലെ ഈ വാക്യം കിടക്കുകയാണ്, പ്രാർത്ഥന എന്നത്. നല്ലൊരു സ്തോത്രം പറയാമെന്ന്. പ്രാർത്ഥന ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചതെന്ന് തന്നെ, പ്രെയർ ഇസ് എൻ എ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗാഡ്. ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്താണ് പ്രാർത്ഥന. പക്ഷേ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ അല്ല പ്രാർത്ഥന, റിലേഷൻഷിപ്പാണ് പ്രാർത്ഥന. നീയും നിൻ്റെ അപ്പനുമായിട്ടുള്ള, നീയും ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധമെന്ന് സ്റ്റാർട്ട് ചെയ്യുമോ അതാണ് യഥാർത്ഥ പ്രാർത്ഥന. അങ്ങനൊരു ബന്ധം നമ്മൾ ഇതുവരെ സ്ഥാപിച്ചിട്ടില്ലെങ്കിൽ ഇതുവരെ നമ്മുടെ അകത്തൊരു പ്രാർത്ഥന ഓപ്പറേറ്റ് ആയിട്ടില്ല. യേശുവിനോട് ശിഷ്യന്മാർ വന്ന് പറയും, യേശുവേ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥന പഠിപ്പിക്കണം. യേശു പറഞ്ഞ 2 ബന്ധമാണ്. എന്താ ബന്ധം? ഒന്നാമത്തെ ബന്ധം 2 സ്നേഹിതന്മാർ തമ്മിലുള്ള ബന്ധം. അതാണോ അവിടെ എഴുതിയിരിക്കുന്നത്? നിനക്കൊരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. ഒരു സ്നേഹബന്ധത്തെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ ബന്ധം പറയുകയാണ് ഒരു അപ്പനും മകനും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ നീയും ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധം എപ്പോൾ സ്റ്റാർട്ടാകുമോ അതിനകത്താണ് നിൻ്റെ അകത്ത് ഒരു അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള പ്രാർത്ഥന ഉളവായി വരുന്നത്. വിശ്വസിക്കാമോ? ഇതല്ല യേശുവിൽ സംഭവിച്ചത്. യേശുവും പിതാവുമായിട്ടുള്ള പ്രാർത്ഥന ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയായിരുന്നോ? മനസ്സിലാകുന്നുണ്ടോ? ആ യേശുവും പിതാവുമായിട്ടുള്ള ആഴമായ ബന്ധമാണ് യേശുവിനെ നിർജ്ജനമായ പ്രദേശത്തേക്ക് വലിച്ചടിപ്പിച്ച് സ്തോത്രം മുട്ടിന്മേൽ നിർത്തി കരമുയർത്തി പ്രാർത്ഥിക്കുവാൻ കർത്താവിനെ പ്രേരിപ്പിച്ചതെങ്കിൽ ഇന്ന് പകലിൽ, ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ കൈമാറാം. നിന്റെ അകത്ത് നീയും ദൈവവുമായിട്ടൊരു ആഴമായ ബന്ധത്തിലേക്ക് ഇന്ന് രാത്രി വരാമോ? നിനക്ക് പോലും അറിയാതെ, ആർക്കും നിർത്താൻ കഴിയാത്ത വിധത്തിൽ ഒരു അസാധാരണമായ പ്രാർത്ഥന. യേശുവിന്റെ നാമത്തിലത് ഇന്ന് പകലിൽ ഇവരുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. റിലീസാക്കി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓ സ്തോത്രം! ആർക്കും അണയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരാത്മാവിന്റെ തിരിനാളം പോലെ ഞങ്ങളുടെ അകത്തൊരു പ്രാർത്ഥനയുടെ വരം യേശുവിന്റെ നാമത്തിൽ ഓപ്പറേറ്റായി വരട്ടെ. കൃപ 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 കൃപ. ബന്ധമാ പ്രാർത്ഥന. ഞാൻ ആ ബന്ധത്തെ ഒന്ന് വിവരിക്കാം. പഴയ നിയമത്തിൽ സ്തോത്രം ഹല്ലേലൂയ ദൈവം കാണിക്കുന്നൊരു ബന്ധമാണ് അബ്രഹാമും ദൈവവുമായിട്ടുള്ള. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇവൻ എൻ്റെ സ്നേഹിതൻ. അബ്രഹാം എൻ്റെ സ്നേഹിതനാണ്. നോക്കണം, 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമും ദൈവവുമായിട്ട് ആഴമായൊരു പ്രാർത്ഥന കാണുകയാണ്. എന്താണെന്നറിയാമോ പ്രാർത്ഥന? സ്തോത്രം കർത്താവേ, സ്തോത്രം ഹല്ലേലൂയ, ആ പിതാവേ, സ്തോത്രം എനിക്ക് ഇസഹാക്കിനെ വേണ്ട, ഇസ്മായേൽ എൻ്റെ മുമ്പിൽ നിന്നാ മതി എന്ന്
എന്നുള്ളൊരു പ്രാർത്ഥന. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. എന്താ വാഗ്ദത്തം? ഞാൻ നിനക്കൊരു തലമുറയെ തരും. ഈ വാഗ്ദത്തം കേട്ടാ ഇറങ്ങിത്തിരിച്ച. പക്ഷെ 13-ാം അധ്യായത്തിൽ തനിക്ക് കിട്ടിയില്ല. 13 കിട്ടിയില്ല, 14 കിട്ടിയില്ല, 15 കിട്ടിയില്ല, 16 കിട്ടിയില്ല, 17 കിട്ടിയില്ല. 17-ാം അധ്യായം എത്തിയപ്പോൾ താൻ ദൈവത്തോട് ചെന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഇസ്മായേൽ എൻ്റെ മുമ്പിൽ പറ, നിന്നാൽ മതി. സ്തോത്രം. ഇസഹാക്കിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പം ഇല്ല. ഒരു സ്തോത്രം പറയാന്ന് എന്നെ ചിന്തിപ്പിച്ചത് ഇങ്ങനെയാണ്. വലിയൊരു സ്തോത്രം, ഹല്ലേലൂയ. ഒരു പ്രയർ റിക്വസ്റ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറുമായിട്ട് അബ്രഹാം 12-ാം അധ്യായത്തിൽ ഇറങ്ങി തിരിച്ചു. സന്തോഷത്തോടെ സ്തോത്രം പറ. 12-ാം അധ്യായത്തിൽ ഒരു വെള്ള പേപ്പറുമായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ ദൈവം പറഞ്ഞു, സ്തോത്രം, അതിൻ്റെ മുകളിൽ ഫസ്റ്റ് പോയിൻ്റായിട്ട് നീ എഴുതിയിടണം. പ്രയർ സബ്ജക്റ്റ് ഇതാണ്, നിനക്കൊരു വാഗ്ദത്ത സന്തതി ഈസിക്കൽ ടു ഇസഹാക്ക്. ഈ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. എന്നിട്ട് ഓരോ അധ്യായം എത്തുമ്പോൾ അബ്രഹാമുമായിട്ട് ക്ഷീണിക്കുമ്പോഴെല്ലാം അബ്രഹാമുമായിട്ടൊരു ഇടപെടലുണ്ടാകുന്നുണ്ട്. നമ്മളെപ്പോലെയാ അബ്രഹാം, നമ്മളെപ്പോലെയാ. സ്തോത്രം. കുറച്ച് നാൾ പ്രാർത്ഥിച്ച് 15-ാം അധ്യായം എത്തിയപ്പോൾ താൻ ക്ഷീണിച്ചു. താൻ കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു, കർത്താവേ, നീ എനിക്കിതെല്ലാം തന്നു, ഈ സമ്പത്തൊക്കെ തന്നു, 318 വേലക്കാരുണ്ട്, പിന്നെ ആടിനെ അറുക്കാൻ വേണ്ടി ഉള്ളവരുണ്ട്, ആടുണ്ട്, മാടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്കൊരു സന്തതി ഇല്ലല്ലോ. കർത്താവ് തട്ടിയിട്ട് പറഞ്ഞു, പേടിക്കേണ്ടടാ അബ്രഹാമേ, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ നിനക്ക് തരാം. സ്തോത്രം. ആ വാക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു സ്തോത്രം പറയുന്നത്. ഞാൻ എൻ്റെ കർത്താവിന് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്തെന്നറിയാമോ? എപ്പോൾ ക്ഷീണിച്ചാലും ഏത് സമയത്ത് ഒന്ന് ക്ഷീണിച്ച് കർത്താവെ എന്നൊന്ന് വിളിക്കുമ്പോൾ എവിടെ നിന്നാണെന്നറിയത്തില്ല, ഒരു ദൈവശബ്ദം ഞാൻ കേട്ടിരിക്കും. നല്ലൊരു സ്തോത്രം പറ. നിന്നെ ഈ ദൈവവിശ്വാസത്തിൽ പിടിച്ചു നിർത്തുന്നത് നീയും ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറുകളാണ്. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? നീയും ദൈവവുമായിട്ടുള്ള ബന്ധം എവിടെ കട്ടാകുമോ, ദൈവശബ്ദം നിനക്ക് കേൾക്കാതെ ജീവിക്കാൻ കഴിയത്തില്ല. ഇത് അബ്രഹാം വാഗ്ദത്തം കിട്ടിയിട്ടല്ല, 12-ാം അധ്യായത്തിൽ വാഗ്ദത്തം കേട്ടിറങ്ങി. പക്ഷെ 13-ലെത്തിയപ്പോൾ ക്ഷീണിച്ചപ്പം കർത്താവ് തട്ടിയിട്ട് പറഞ്ഞു, നീ വാ. സ്തോത്രം. അല്ലെ 15-ാം അധ്യായത്തിൽ നീ വാ, കാളക്കുട്ടിയോട് കൺഫേം ചെയ്യുകയാണ്, നിൻ്റെ വാഗ്ദത്തം കൺഫേം ചെയ്യുകയാണ്. ഇങ്ങനെ ഓരോ അധ്യായത്തിലും ദൈവം പറയും, രാജാക്കന്മാർ എഴുന്നേൽക്കും, പിന്നെ അധിപതികൾ എഴുന്നേൽക്കും. ഇങ്ങനെ എഴുതി 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 എൻ്റെ ഭാഷയിലാണ് പറയുന്നത്, ബൈബിളിനകത്തില്ല, എൻ്റെ ഭാഷയിലാണ് പറയുന്നത്. ഒരു വെള്ളപ്പേപ്പർ മുഴുവനും ഇസഹാക്കിനെ കുറിച്ചുള്ള വാഗ്ദത്തം എഴുതി പിടിപ്പിച്ചിരിക്കുക മനുഷ്യൻ. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? എഴുതി പിടിപ്പിച്ച് 17 എത്തിയപ്പോൾ ഇദ്ദേഹം ക്ഷീണിച്ചു. വല്ലതും സന്തോഷ സ്തോത്രം പറയാമേ. ബൈബിൾ പറയുന്നു, സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വവും അബ്രഹാമിൻ്റെ ബലഹീനതയും കണ്ടപ്പോൾ അബ്രഹാം ഈ പേപ്പറിനെ മടക്കി. ഒരു സ്തോത്രം പറ. ഈ ഇസ്ഹാക്ക് എന്ന് എഴുതിയ പേപ്പറിനെ മടക്കി, സ്തോത്രം, ഹല്ലേലൂയ, മാറ്റി വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ പേപ്പറിൻ്റെ മുകളിലെല്ലാം എന്തുവാ, അധിപതിയാക്കും, രാജാവാക്കും, സ്തോത്രം, ഒരു രാജ്യം തരും, ഇങ്ങനെ എഴുതി എല്ലാ പേപ്പറിൻ്റെ മുകളിൽ കത്ത് ഏറ്റവും മുകളിൽ ഇസഹാക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഭാഷ പറഞ്ഞ് ഇസഹാക്ക് എന്നുള്ള പേരങ്ങ് വെട്ടിയിട്ട് തൊട്ടപ്പുറത്തെ പേപ്പർ എടുത്തിട്ട് ഇസ്മായേൽ എന്നൊരു പേപ്പർ എഴുതി. 17-ാം അധ്യായത്തിൻ്റെ കാര്യമാണ്, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഇസഹാക്ക് നിന്റെ മുമ്പിൽ, ആരുടെ മുമ്പിൽ? ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നാ മതി എന്ന് അബ്രഹാം പറയുക. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവേ, നീ ഇന്നലെ വരെ പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും ആരുടെ മേൽ വിട്ടോളണം? പറ. ഇസ്മായേലിൻ്റെ മേൽ ഇട്ടുകൊള്ളണം. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അബ്രഹാം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നപ്പം ദൈവം പറഞ്ഞു, ഇല്ലടാ, നീ മടക്കിയ പേപ്പറിനെ നോക്കാൻ ഞാൻ 18-ാം അധ്യായത്തിൽ ഇറങ്ങി വരികയാണ്. എന്നെ ചിന്തിപ്പിച്ചത്, എപ്പം അബ്രഹാം മതി എന്ന് പറഞ്ഞ് പേപ്പർ മടക്കിയോ, അടുത്ത 18-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, യഹോവ മമ്രയുടെ തോപ്പിൽ അബ്രഹാം ഇരുന്നതിൻ്റെ അടുക്കലേക്ക് 3 പുരുഷന്മാർ കയറി വരികയാണ്. ഇന്ന് രാത്രി ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് കൈമാറുകയാ. നീ പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാതെ ഏതൊക്കെയോ പ്രാർത്ഥനാ വിഷയങ്ങൾ നീ മറന്നു, നീ മടക്കി, നടക്കത്തില്ലെന്ന് അവിശ്വസിച്ചു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുക.
17 മതി എന്ന് പറഞ്ഞ് അവസാനിക്കുമ്പോൾ 18 ദൈവം പറഞ്ഞു പറയും, ഇല്ലടാ, നീ മടക്കി വെച്ച പേപ്പറിനെ തുറക്കാൻ പറഞ്ഞു. നീ മതി എന്ന് പറഞ്ഞതിനെ ഞാൻ അടുത്ത ആണ്ടിൽ ഈ വഴി പോകുമ്പോൾ. സാറ പൊട്ടിച്ചിരിച്ചു. മറുപടി, യഹോവയ്ക്ക് കഴിയാത്ത പറ വല്ല കാര്യമുണ്ടോ? ഈ ഒക്ടോബർ മാസത്തിൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടെ ആത്മാവിൽ അടുത്ത വർഷത്തെ നോക്കി പറയാമോ, അടുത്ത ആണ്ടിൽ ഞാൻ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മറുപടികൾ ഞാൻ നടക്കത്തില്ലെന്ന് പറഞ്ഞത്, ലോകം നടക്കത്തില്ലെന്ന് പറഞ്ഞത്, എൻ്റെ ബലഹീനതകൾ നടക്കത്തില്ലെന്ന് പറഞ്ഞത്, എൻ്റെ ശരീരം നടക്കത്തില്ലെന്ന് പറഞ്ഞത്, ആരോടൊക്കെ പ്രവചിച്ചു പറയുക, കർത്താവ് നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കാൻ പോകുക, യേശുവിന്റെ നാമത്തിൽ ചില വഴികൾ തുറക്കാൻ പോകുക. നടക്കത്തില്ലെന്ന് പറഞ്ഞ, ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ അവിശ്വസിച്ചതിന്റെ മേൽ അബ്രഹാം, സ്തോത്രം. ദൈവം അവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാ, അബ്രഹാമിനോട് സംസാരിച്ചതിന് ശേഷം 17-ാം അധ്യായം 20-ാമത്തെ വാക്യമോ 22-ാമത്തെ വാക്യമാണ്, ഞാൻ ഓർക്കുന്നില്ല. 17-ാം അധ്യായത്തിലാ ഇങ്ങനെ പറയുന്നു, യഹോവ അബ്രഹാമിനോട് സംസാരിച്ച ശേഷം കയറിപ്പോയി. ആ വാക്യൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്ത് പിടികിട്ടി? യഹോവ അബ്രഹാമിന് സംസാരിച്ചതിന് ശേഷം കയറിപ്പോയി. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം ഇറങ്ങി വന്നതല്ലേ. അബ്രഹാമിൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് ദൈവം, നമ്മളെല്ലാവരും പ്രാർത്ഥന റിക്വസ്റ്റ്, കർത്താവേ ആകാശമണ്ഡലങ്ങളെ കീറി ആരും തടുക്കാതെ അങ്ങെത്തണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ അബ്രഹാമിൻ്റെ വീട്ടിനകത്തേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് ദൈവവും അബ്രഹാമും തമ്മിൽ ഒരു സംസാരമായി അവരുടെ പ്രാർത്ഥനയുടെ ആഴം മാറിയെങ്കിൽ, ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വന്ന് നീയും ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരാഴമായ ബന്ധമായി തീരണം പ്രാർത്ഥന. അങ്ങനൊരു പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ. ചില ഭവനങ്ങൾക്കകത്തേക്ക് ദൈവം ഇറങ്ങി വരാൻ പോകുക. ദൈവം ഇറങ്ങി വരാൻ പോകുക. നീയും ദൈവവും അടുത്തിരുന്ന്, മോശയോട് ദൈവം ഒരു സ്നേഹിതനെ പോലെ അടുത്തിരുന്ന് സംസാരിച്ചതുപോലെ നിന്റെ പ്രാർത്ഥന ആഴമായൊരു ദൈവിക ബന്ധത്തിലേക്ക്. 18-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിൻ്റെ ഭവനത്തിനകത്ത് ഇറങ്ങിയിട്ട് വാക്തത്വങ്ങളെ മടക്കി വെച്ച പേപ്പറൊക്കെ നൂത്തിട്ട് വാക്തത്വം ഉറപ്പിച്ച് പറയുക, അടുത്ത ആണ്ടിൽ നിനക്കുണ്ടാകും. അബ്രഹാം പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കുക? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ പേർ ചൊല്ലി വിളിച്ചവനിൽ അബ്രഹാം വിശ്വസിച്ചു. എൻ്റെ തലമുറ ഇവണ്ണമാകുമെന്ന്. എന്നെ ചിന്തിപ്പിച്ച ഭാഗമാണ്. അബ്രഹാം പറയുകയാണ്, ഞാൻ കാണുന്നത് എൻ്റെ തലമുറ പ്രാപിക്കത്തുള്ളൂ. ശത്രു പറയുന്നതല്ല എൻ്റെ തലമുറ പ്രാപിക്കാൻ പോകുന്നത്, ഞാൻ എന്താണോ ദർശിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ നീ നടക്കാൻ പറഞ്ഞു, നീ സ്തോത്രം, നീ നടക്കുക. നീ നടക്കുന്നത് പറ, ഞാൻ നിൻ്റെ തലമുറയ്ക്ക് കൊടുക്കാം. നീ തലപൊക്കി നോക്കുക, നീ നോക്കുന്നത് നിൻ്റെ തലമുറയ്ക്ക് കൊടുക്കാം. നീ കുഴിക്കുന്നത് നിൻ്റെ തലമുറയ്ക്ക് കൊടുക്കും. വിശ്വാസത്തോടെ പറ, ഞാൻ നടക്കുന്നത്, ഞാൻ കാണുന്നത്, ഞാൻ ആത്മാവിൽ കാണുന്നത് പോലെ എൻ്റെ തലമുറകളാകും. ഞാൻ വിശ്വസിക്കുന്നത് പോലെ ഞാൻ കർത്താവിങ്കൽ നിന്ന് അവരിനെ പ്രാപിച്ച ദൈവിക അവകാശം. ഡോക്ടർ പറയും നിന്റെ തലമുറ ശരിയാകത്തില്ല. അധ്യാപകൻ പറയും നിന്റെ തലമുറ ശരിയാകത്തില്ല. നാട്ടുകാർ പറയും നിന്റെ തലമുറ ശരിയാകത്തില്ല. പക്ഷെ നീ വിശ്വാസത്തോടെ പറ, എൻ്റെ തലമുറ ശരിയാകും. യഹോവയ്ക്ക് പറ, അസാധ്യമായത് ഒന്നുമില്ല. വായി തുറന്ന് പറ, യഹോവയ്ക്ക് അസാധ്യമായ ഒന്നുമില്ല. എൻ്റെ കുടുംബം ശരിയാകും, എൻ്റെ ഭർത്താവ് ശരിയാവും, എൻ്റെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ കുടുംബം യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടും. പിശാചിൻ്റെ ചിന്തകളല്ല, പിശാചിൻ്റെ തന്ത്രങ്ങൾ എൻ്റെ ഭവനത്തിനകത്ത് നടക്കത്തില്ല. ദൈവത്തിന്റെ പദ്ധതികൾ എൻ്റെ ഭവനത്തിനകത്ത് നടക്കട്ടെ.
പറയുകയാണ്, ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞ എന്നെ ചിന്തിപ്പിച്ചതാ. സ്തോത്രം. അബ്രഹാമിൻ്റെ ഭവനത്തിനകത്തോട്ട് ഇറങ്ങിയിട്ട് പറയുകയാണ്, അബ്രഹാമേ, ഞാൻ സോദോം ഗോമോറയിലേക്കൊന്ന് പോകാൻ പോകുകയാണ്. അതിൻ്റെ പാപം അതിൻ്റെ പാപം സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. അതിനെ നശിപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. അടുത്ത വചനം പറയുന്നു, യഹോവയുടെ മുമ്പിൽ അബ്രഹാം നിന്നു. ഒരു സ്തോത്രം പറ. വാട്ട് ഈസ് പ്രയർ? എന്താ പ്രയർ? നീ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, പ്രാർത്ഥന കേവലം ജൽപ്പനങ്ങളല്ല, നീയും ദൈവവുമായിട്ടൊരു ഇൻ്റർസീഡ്, ഈ മധ്യസ്ഥത അണയ്ക്കുന്ന പ്രാർത്ഥനയുടെ തലത്തിലേക്ക് നാം ഇതുവരെ കയറിയിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേവലം ജൽപ്പനങ്ങൾ മാത്രമാണ്. എല്ലാം പിടി കിട്ടുന്നുണ്ടോ? ഞാൻ അതൂതിൻ്റെ ആഴത്തെ ഇങ്ങനെ പറയാം. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, അബ്രഹാമിനോട് ദൈവം പറഞ്ഞില്ല ലോത്തിനെ തട്ടാൻ പോണ കാര്യം. പറഞ്ഞോ? ലോത്തിൻ്റെ കാര്യം ഒന്നും അബ്രഹാമിൻ്റെ അടുത്ത് ഒരു പേര് പോലും ദൈവം പറഞ്ഞിട്ടില്ല. എടാ, ഞാൻ സോദോം വഴി പോകുന്നു എന്ന് മാത്രമേ പറഞ്ഞോളൂ. പക്ഷെ സോദോം എന്ന് കേട്ടപ്പോൾ സ്തോത്രം, തനിക്ക് ഒരു കാര്യം പിടികിട്ടി. ദൈവം എന്നോട് സോദോമിനെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോദോമിൽ നിന്ന് ആരെയോ വെടിവെക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? ഒരു ദേശത്തെക്കുറിച്ച് നിനക്കൊരു കാഴ്ചപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു സെൻസ്, നീ ആത്മാവിൽ സെൻസ് ചെയ്യണം, ഈ ദേശത്തിൻ്റെ വിടുതൽ എൻ്റെ പ്രാർത്ഥനയ്ക്കകത്താണ്, എൻ്റെ ആരാധനയ്ക്കകത്താണ്. അതുകൊണ്ടാണ് ദൈവം എന്നോട് ഈ കാര്യം അരുളി ചെയ്തത്. അബ്രഹാമിൻ്റെ അടുത്ത് പറഞ്ഞില്ല, പക്ഷേ എൻ്റെ ഭാഷയിൽ പറഞ്ഞ അബ്രഹാം നമ്മളടുത്താണ് പറഞ്ഞിരുന്നെങ്കിൽ ദൈവം തോന്നും നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? ദൈവമേ, അബ്രഹാം കൂടാരത്തിൽ പാർക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? പക്ഷേ ലോത്ത് എവിടെയാണ് പാർക്കുന്നത്? പട്ടണത്തിൽ പാർക്കുകയാണ്. ഈ പട്ടണത്തിൽ പാർക്കുന്ന ലോത്തിൽ ഒരു വലിയ ഒരു 50 പേരെങ്കിലും കാണുമെന്നുള്ള ഒരു ചിന്തയ്ക്കകത്ത് നിന്നാണ് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? സമ്പത്ത് വർദ്ധിച്ചു, പക്ഷെ ആത്മാക്കൾ വർദ്ധിച്ചില്ല. ഒരു സ്വത്രം പറയാന്ന് വല്ലതും പിടി കിട്ടിയോന്തോ? ഇദ്ദേഹം പോയപ്പോ ആളുകളും ഇടയന്മാരുമായിട്ടൊക്കെയാ പോയത്. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി തിരികെ എത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ? ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണേ. എല്ലാം വർദ്ധിച്ചു. ലോത്ത് അബ്രഹാമിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോൾ ഇടയന്മാരുമായിട്ടല്ലേ പോയത്? ഈ ഇടയന്മാരെ എല്ലാവരെയും കൂടെ കണക്ക് കൂട്ടി അബ്രഹാം ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, 50 പേരുണ്ടെങ്കിൽ, എൻ്റെ ചിന്തയാണ്, ലോത്ത് അവിടെ പോയി കർത്താവിനെ കുറിച്ചൊക്കെ പറഞ്ഞു ചിലപ്പോൾ ഒരു 50 പേരെങ്കിലും നേടിക്കാണും. ഈ വെളിപ്പാടിലായിരിക്കും അബ്രഹാം സ്വന്തം കുടുംബത്തെ പോലും നേടാതെയാണ് ഈ പുള്ളിക്കാരൻ ഇരിക്കുന്നു എന്ന് കർത്താവിന് മാത്രമേ അറിയാവുള്ളൂ. ഓ, നിങ്ങൾ പോയോ എന്തോ അല്ലേ? ദൈവം ഇറങ്ങി വന്നു. ദൈവത്തോട് അബ്രഹാം പറഞ്ഞു, കർത്താവേ, 50 പേരുണ്ടെങ്കിൽ. അപ്പം അബ്രഹാമിൻ്റെ ചിന്ത എന്താണ്? ലോത്ത് എൻ്റെ നിന്ന് പോയി, സമ്പത്തൊക്കെ വർദ്ധിച്ചു, ഒരു 50 പേരെങ്കിലും അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരു, കാരണം അബ്രഹാമിനോട് നടന്നപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു നല്ല നീതിമാനെന്നാണ് പറയുന്നത്. വലഞ്ഞു പോയെന്നേ ഉള്ളൂ. പുള്ളിക്കാരൻ എന്തായിരുന്നു? നീതിമാനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അബ്രഹാം ചിന്തിച്ച് കാണും, ഇദ്ദേഹം സോദോമിലൊക്കെ പോയി ഈ ദേശം മുഴുവനും പാപമായെങ്കിലും ഒരു 50 പേരെങ്കിലും ഇദ്ദേഹം എന്ത് ചെയ്ത് കാണുമെന്ന്, നേടിക്കാണുമെന്ന്. പക്ഷെ പുള്ളിക്കാരൻ പട്ടണം പണിതതല്ലാതെ പള്ളി പണിതില്ല. ഓ, നിങ്ങൾ പോയി എല്ലാം പിടിത് കിട്ടിയോ? ഇദ്ദേഹം മറ്റേ പുള്ളിക്കാരൻ പട്ടണം കിട്ടിയില്ല. ആർക്കാ? അബ്രഹാമിന് പട്ടണം കിട്ടിയില്ല, കൂടാരത്തിലാ പാർക്കുന്നത്. ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ വന്നപ്പോൾ കൂടാരത്തിൽ നിന്ന് എതിരേറ്റെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ലോത്തിനെ ചെന്നപ്പോഴാ പട്ടണ വാതിൽക്കൽ നിന്ന് എഴുന്നേറ്റെന്നാ. എല്ലാം പിടി കിട്ടുന്നുണ്ടോ എന്തോ? ഈ നാളുകൾ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കണം. ജനത്തെ നേടേണ്ടതിനാ, പ്രാർത്ഥിക്കുവാനാ, ഇടിവിൽ നിൽക്കേണ്ടതാ. കേവലം എന്തെങ്കിലും ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയും ദൈവത്തെ നീ കണ്ടുമുട്ടരുത്. നിന്റെ അകത്തേക്ക് ആത്മാവിൻ്റെ പകർച്ച തന്നത് ഒരു കൂട്ടം പേരെ നേടേണ്ടതിനാണ്, നിന്റെ കുടുംബത്തെ നേടേണ്ടതിനാണ്, നിന്റെ തലമുറയെ നേടേണ്ടതിനാണ്, നിന്റെ അയൽക്കാരനെ നേടേണ്ടതിനാണ്.
പ്രാർത്ഥിച്ച് 50, 40 ഏറ്റവും അവസാനം അബ്രഹാം പറഞ്ഞ കർത്താവെ 10 പേരുണ്ടെങ്കിൽ പറ പട്ടണത്തെ സന്തോഷത്തോടെ പറയാന്ന് വെടിവെക്കണം. 10 പേരുണ്ടെങ്കിൽ ഒരു പട്ടണം വെടിവെക്കപ്പെടുമോ? ദൈവം പറഞ്ഞു 10 പേരുണ്ടെങ്കിൽ ഞാൻ വെടിവെക്കാടാന്ന് പറഞ്ഞു. 10 പേരുണ്ടോ ഇവിടെ? സ്വത്രം പറയാന്ന്. പ്രാർത്ഥിക്കുന്ന 10 പേരൊരു ദേശത്ത് എഴുന്നേൽക്കാമെങ്കിൽ ഈ പട്ടണം വെടിവെക്കപ്പെടും. ഇന്ന് മുതൽ 10 പേർ നിങ്ങൾക്ക് ഒരു മണിക്കൂറെങ്കിലും മാറിയിരുന്ന് ദേശത്തിന് വേണ്ടി കരയാമോ? സഭയ്ക്ക് വേണ്ടി കരയാമോ? ഈ ദേശത്ത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ പട്ടണത്തിൽ വെളിപ്പെട്ടിരിക്കും. ഒരു പൈശാചിക മേഖലകൾക്കും അതിനെ തടസ്സം ചെയ്യുവാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കണം. പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റാൽ നിൻ്റെ അകത്തത് വെളിപ്പെട്ടിരിക്കും. വിശ്വസിക്കാമോ? അബ്രഹാം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അബ്രഹാം പ്രാർത്ഥിച്ചു, കർത്താവേ 10 പേരുണ്ടെങ്കിൽ. ദൈവം അബ്രഹാമിൻ്റെ ശബ്ദം കേട്ടിട്ട് അബ്രഹാമിനോട് പറഞ്ഞിട്ട് 10 പേരുണ്ടെങ്കിൽ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞു. നേരെ ദൈവം സ്തോത്രം ഹല്ലേലൂയ ഈ പട്ടണത്തിനകത്തേക്ക് ചെന്നപ്പോൾ ലോത്ത് ഓടി വരിക. ലോത്തിനോട് ദൈവം പറഞ്ഞു, എടാ എഴുന്നേറ്റ് ഓടിക്കോളാൻ പറഞ്ഞു. ലോത്ത് ഓടിയോ? ഓടിയില്ല. ലോത്ത് ഓടാതെ നിൽക്കുമ്പോൾ അടുത്ത വചനം ഇങ്ങനെ, ദൂതൻ ലോത്തിൻ്റെ കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്ത് കൊണ്ടുവന്നു. യഹോവ അവനോട് കരുണ കാണിക്കയാൽ. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ചിന്ത, കർത്താവേ ഈ ദൂതൻ ചെന്ന് ദൂത് പറഞ്ഞിട്ട് ഓടാത്തവൻ്റെ കൈക്ക് പിടിക്കണോ? ഒരു സ്വത്രം പറ. പ്രവാചകനല്ല പറഞ്ഞത്, ദൈവത്തിൻ്റെ ദൂതൻ നേരിട്ട് വന്ന് പറഞ്ഞു ഇടാ ഓടാൻ പറഞ്ഞിട്ട് കേട്ടില്ല, പിന്നെ അവൻ്റെ കൈക്ക് പിടിക്കണോ? ഒരാവശ്യമില്ല. കർത്താവിന് ചെന്ന് അബ്രഹാമിൻ്റെ അടുത്ത് പറയായിരുന്നു, എടാ അബ്രഹാമേ ഞാൻ ചെന്നു ലോത്തിനെ കണ്ടു, കാര്യം പറഞ്ഞു, പക്ഷെ അവ ഓടിയില്ല, എന്താ ചെയ്യുക? എല്ലാം നശിച്ചതിൻ്റെ കൂട്ടത്തിൽ അവനും നശിച്ചു. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നു, യഹോവ ലോത്തിനോട് കരുണ കാണിക്കയാൽ. എന്താ കർത്താവേ നീ കരുണ കാണിക്കാനുള്ള കാരണം? മറുപടി, എടാ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു അബ്രഹാം ഉള്ളിടത്തോളം കാലം ഈ നാശത്തിനകത്ത് ഇവനെ ഞാൻ വിടത്തില്ല. ഇന്ന് രാത്രി നിൻ്റെ തലമുറകൾ ഒരു പക്ഷെ നിൻ്റെ വാക്ക് കേൾക്കുന്നില്ലായിരിക്കാം, പക്ഷെ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? യഹോവ അവരോട് കരുണ കാണിച്ചിരിക്കുക. നീ ഉപവസിച്ചിട്ട്, നീ പ്രാർത്ഥിച്ചിട്ടും, വചനം പറഞ്ഞിട്ട്, അനേകരത്ത് സുവിശേഷം പറഞ്ഞിട്ടും അവർ ദൂത് കേൾക്കുന്നില്ലയോ? അവർ നിന്നെ അംഗീകരിക്കുന്നില്ലയോ? അവർ നിൻ്റെ വചനം കേൾക്കുന്നില്ലയോ? മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. യഹോവ അവനോട് കരുണ കാണിക്കുക. യഹോവ ചിലതിൻ്റെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന്. ആത്മാവി പ്രാർത്ഥിക്കുക. ഈ രാത്രി ചിലതിൻ്റെ കൈക്ക് ദൂതൻ കയറി പിടിക്കട്ടെ. ഏതൊക്കെയോ പടവറയ്ക്കകത്ത് കിടക്കുന്ന, ഏതൊക്കെയോ മരണത്തിന് വിധിക്കപ്പെട്ട് കിടക്കുന്ന, ഏതൊക്കെയോ ആത്മഹത്യക്ക് വിധിക്കപ്പെട്ട് കിടക്കുന്ന, ഏതൊക്കെയോ പൈശാചിക ബാധകൾക്ക് പിടിക്കപ്പെട്ട് കിടക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവ് കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്. ദൂതൻ ഇറങ്ങി ചിലതിൻ്റെ കൈക്ക് പിടിക്കുന്നു എന്ന് ഒരാത്മാവിൻ്റെ വെളിപ്പാട് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. അബ്രഹാമിൻ്റെ പ്രാർത്ഥന കേവലം ജൽപ്പനങ്ങളായിരുന്നില്ല. ദൈവവും അബ്രഹാമും തമ്മിലുള്ള ആഴമായ ബന്ധത്തിൽ നിന്നുയർന്ന ഇൻ്റർസീഡിങ് മധ്യസ്ഥതയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് യേശുവിനോട് സ്തോത്രം ചെയ്യുക ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ യേശു പഠിപ്പിക്കുകയാണ്, എടാ ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനു വേണ്ടി യാചിക്കുന്നത് പോലെ നീ എവിടെയാണോ മധ്യസ്ഥനായി കയറി നിൽക്കുന്നത്, എവിടെയാണോ നീ മറ്റൊരുത്തനു വേണ്ടി സ്തോത്രം ചെയ്യാൻ തുടങ്ങുന്നത്, എവിടെയാണോ നീ ആത്മാവിൽ മറ്റൊരുത്തനു വേണ്ടി യാചിക്കുവാൻ തുടങ്ങുന്നത്, അവിടെയാണ് യഥാർത്ഥ പ്രാർത്ഥന ഉളവാകുന്നത്. ഇന്ന് രാത്രി അങ്ങനെ ഒരു പ്രാർത്ഥന എൻ്റെ അധരങ്ങൾക്കകത്ത് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? കേവലം ആവശ്യങ്ങൾ പറഞ്ഞ് ജൽപ്പനം ചെയ്യുന്ന ജാതികളുടെ അവസ്ഥകൾ വിട്. യേശുവിൻ്റെ നാമത്തിൽ അസാധാരണമായ ഒരാത്മാവിൻ്റെ പകർച്ചയുടെ പ്രാർത്ഥന എൻ്റെ അധരങ്ങൾക്കകത്ത് തരണമെന്ന്. ഉദരം ചലകം രഗനം ശഹനം വൈഡവം ധനാദനം ജാൽമന ഹത്തുനി അരട്ടിമന ഹാസിമീനിയ റിമാന ഹസീമന ജുഡിമന ഘടക തുനാദന ഘടക ശംദൽ ഖമാനിയ. എന്താ പ്രാർത്ഥന? യേശുവേ ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം.
എന്നോ നിൻ്റെ പ്രാർത്ഥന മറ്റുള്ളവനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് നിന്നിൽ യഥാർത്ഥ പ്രാർത്ഥന വെളിപ്പെടുന്നത്. എപ്പോഴാണോ നീ പ്രാർത്ഥനയായി ഇൻ്റർസീഡ് ചെയ്യുന്നത്, മധ്യസ്ഥത അണച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്, അവിടെയാണ് നിൻ്റെ പ്രാർത്ഥന വെളിപ്പെടുന്നത്. 3, നിൻ്റെ പ്രാർത്ഥന എപ്പോൾ വെളിപ്പെടും? നീ അത് ഇൻഹെറിറ്റൻസായി തീരുമ്പോൾ. നിൻ്റെ പ്രാർത്ഥന നിൻ്റെ അവകാശമെന്ന നിലയിലേക്ക് വളരണം. ഒന്നും കൂടെ ദൂത് കൈമാറാം. യേശു പറയുകയാണ്, നിങ്ങളിലൊരു മകൻ സ്തോത്രം, അപ്പനോട് അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഒന്നും കൂടെ പറഞ്ഞാൽ, ഞാനും എൻ്റെ മകനും അപ്പനും തമ്മിലുള്ള ബന്ധമാണ് പ്രാർത്ഥനയെങ്കിൽ, നീയും നിൻ്റെ ദൈവവുമായിട്ടൊരപ്പൻ മകൻ റിലേഷൻഷിപ്പിലേക്ക് എന്ന് നീ സ്തോത്രം ചെയ്തു തുടങ്ങുമോ, അവിടെയാണ് യഥാർത്ഥ പ്രാർത്ഥന ഉരുവാകുന്നത്. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എന്നോട് എന്തെങ്കിലും ആവശ്യം പറയുന്നതിന് ആരാ തടസ്സം? പറഞ്ഞു തരും നിങ്ങൾ. ആരാ തടസ്സം? ആരെങ്കിലും തടസ്സമുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സവും ഇല്ല. പഴയ നിയമത്തിൽ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്കുടെ മറുപടിക്ക് വിരോധമായി ദേശാധിപതി ശക്തി നിന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി ഒരു പൈശാചിക ശക്തി നിൽക്കുവാൻ എൻ്റെ പിതാവ് അനുവദിക്കത്തില്ല. കാരണം എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ഞാനും എൻ്റെ അപ്പനും തമ്മിലുള്ള ബന്ധത്തിനകത്താണ്. അത് എൻ്റെ അവകാശമാണ്. ദിസ് ഈസ് മൈ ഇൻഹെറിറ്റൻസ്. നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളെ തടസ്സം ചെയ്യുമെന്ന് പറഞ്ഞ് നിന്റെ ബുദ്ധിമണ്ഡലത്തെ കെട്ടി പ്രാർത്ഥിക്കുവാൻ കഴിയാതെ വണ്ണം നിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ഫലങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഉദരം ചലമം തലാഥനെ റീതിമീനി ആത്മാവിൽ പ്രാർത്ഥിക്ക്. ഇന്ന് രാത്രി ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം നിന്റെ മേൽ പരിശുദ്ധാത്മാവ് പകരുകയാണ്. നിന്റെ പ്രാർത്ഥനയെ തടസ്സം ചെയ്യുവാൻ ഒരു പിശാചിനും അധികാരമില്ല. നീയും നിന്റെ അപ്പായും തമ്മിലുള്ള ബന്ധമാണ് നിന്റെ അകത്ത് നിന്ന് ഉരുവാകുന്ന പ്രാർത്ഥനയുടെ ശബ്ദമെങ്കിൽ റാഖാറ്റമാനി ഹസൂലബർദനം ജൽമനാദനം വൈഷമനഘടകം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കർത്താവേ ഞാൻ എന്നെ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞു തുടങ്ങി. ദൈവം പറഞ്ഞതാ, എന്നാണോ ആത്മാവ് നിൻ്റെ അകത്ത് ഒരു ബന്ധത്തിൽ നിന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങുമോ, അവിടെയാണ് യഥാർത്ഥ പ്രാർത്ഥന വെളിപ്പെടുന്നത്. വല്ലതും പിടി കിട്ടിയോ എന്തോ? സ്വർഗത്തിലുള്ള ദൈവത്തോട് നമ്മൾ അല്ലെങ്കിൽ സ്വർഗീയ പിതാവിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും കാര്യം പറയുമോ, അതോ അവൻ്റെ ലെവൽ അനുസരിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും? നാളെ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് നരേന്ദ്രമോദിയുമായിട്ട് സംസാരിക്കുവാൻ, പിണറായി വിജയനുമായിട്ട് സംസാരിപ്പാൻ. നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള എന്തെങ്കിലും ആ കാര്യങ്ങൾ പറയുമോ, അതോ അദ്ദേഹത്തിൻ്റെ ലെവൽ അനുസരിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുമോ? നിങ്ങൾ പിടികിട്ടിയില്ല. വല്ലതും പിടികിട്ടുന്നുണ്ടോ? എടാ, എൻ്റെ അപ്പൻ സ്വർഗീയ പിതാവാണെങ്കിൽ ഞാൻ എൻ്റെ ആവശ്യവും അവൻ്റെ ലെവലിനൊത്തവത്തമായിരിക്കും. പലപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ്, ഭൗമിക കാര്യങ്ങളും നമ്മുടെ ആവശ്യങ്ങളും പറഞ്ഞ് ആ സ്വർഗീയ പിതാവിൻ്റെ ക്വാളിറ്റിയെ തന്നെ നിങ്ങൾ കുറച്ച് കളയുക. എൻ്റെ അപ്പൻ അറിയത്തില്ല എൻ്റെ ആവശ്യം എന്താണെന്ന്. വല്ലതും പിടികിട്ടുന്നുണ്ടോ? എൻ്റെ ആവശ്യം പറയുന്നതിന് മുമ്പ് ആദ്യം എന്നിൽ വെളിപ്പെടേണ്ടത് ഞാനും എൻ്റെ അപ്പായും തമ്മിലുള്ള ബന്ധമാണ്. ഈ ബന്ധം നേരെയാകുമോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനും മറുപടി കിട്ടിയിരിക്കും. എത്ര പേർക്ക് പിടി കിട്ടിയെന്നറിയത്തില്ല.
നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ആദ്യം നിൻ്റെ അകത്ത് വെളിപ്പെടേണ്ടത് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള പിതാവും മകനും എന്നുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേവലം ജൽപ്പനങ്ങളാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവമേ, ഞാൻ അങ്ങേ പിതാവെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മൂമെൻ്റ് മുതൽ, ആ സ്തോത്രം, ആ സെക്കൻഡ് മുതൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു പിശാചിനും നമ്മുടെ മേൽ അധികാരമില്ല. ബിക്കോസ് ഞാൻ എൻ്റെ പിതാവിൻ്റെ അവകാശമാണ്. റോമാലേഖനം 8-ാം അധ്യായം ഇങ്ങനെയാണ് പറയുന്നത്: അബ്ബാ പിതാവേ, നിങ്ങൾ ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് പറയുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്രേ നൽകിയിരിക്കുന്നത്. എൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ശിഷ്യന്മാർ പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ യേശു പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീനെന്ന് പറഞ്ഞു. ഒന്നും കൂടെ പറഞ്ഞാൽ, വേണ്ടും പോലെ പ്രാർത്ഥിക്കണം എന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. എന്നാൽ അകത്താത്മാവ് വരുമ്പോൾ ആത്മാവ് എൻ്റെ അകത്തിരുന്ന് ഞാൻ അറിയാതെ എൻ്റെ മേലുള്ള ദൈവപദ്ധതിയുടെ ആ ദൈവകൃപയുടെ ആഴം എൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഞരങ്ങുവാൻ തുടങ്ങുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പറയുന്ന പല പ്രാർത്ഥനാ വിഷയങ്ങളും എൻ്റെ അകത്ത് ഓഫായിട്ട് പകരം ദൈവത്തിൻ്റെ അവകാശങ്ങളും അനുഗ്രഹങ്ങളും ദൈവ പദ്ധതികളും എൻ്റെ മേൽ വെളിപ്പെടുന്ന യഥാർത്ഥ ആത്മാവിൻ്റെ പ്രാർത്ഥന എൻ്റെ മേൽ വെളിപ്പെട്ടു വരുമെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു, കർത്താവേ, അങ്ങനെ ഒരു പ്രാർത്ഥന എൻ്റെ അകത്തേക്ക്, ഒരാഴമായ പ്രാർത്ഥനയുടെ ആത്മാവ് എൻ്റെ മേൽ നിറയുന്ന രാത്രിയായി തീരട്ടെ. ഇന്ന് മുതൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ തിരിയാൻ പോകുക. നിങ്ങൾ ഇന്നലെ വരെ പ്രാർത്ഥിച്ചതുപോലെയല്ല. ഇന്നു മുതൽ അസാധാരണമായൊരു പ്രാർത്ഥനയുടെ അഭിഷേകം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഓപ്പണാക്കുമെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. എവിടെയോ നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ച് യഥാർത്ഥമണ്ണം പ്രാർത്ഥിക്കാൻ കഴിയാതെ നമ്മെ മടിപ്പിച്ച് കളയുന്ന, നമ്മെ ദൈവിക പദ്ധതിയിൽ നിന്ന് അകറ്റിക്കളയുന്ന അന്ധകാര മേഖലകൾ ഇന്ന് രാത്രി അവസാനിച്ചിട്ട് ആത്മാവിൽ അല്പസമയമൊന്ന് പ്രാർത്ഥിച്ച് ഒരു ദൈവകൃപയുടെ ആഴം വെളിപ്പെടട്ടെ. ഈ തലമുറകളുടെ മേലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ അകത്തൊരു പ്രാർത്ഥനയുടെ ശക്തി, ആർക്കും അണയ്ക്കാൻ കഴിയാത്തൊരു പ്രാർത്ഥനയുടെ ശക്തി, ഉടലൻ ചലകം ധനകം സമസ്തനാദന, ഒരാത്മാവിൻ്റെ ശക്തി, ഒരാത്മീക ബന്ധം, നീയും ദൈവവുമായിട്ടുള്ള പ്രാർത്ഥനയുടെ ആഴമായ ബന്ധം ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഓപ്പണായി വരട്ടെ. പ്രാർത്ഥിക്ക്. കത്തട്ടെ. എവിടെയൊക്കെയോ നിന്റെ പ്രാർത്ഥനകളെ വെട്ടി, നിന്റെ അവകാശങ്ങളെ വെട്ടി, നിന്നെ നേരാവണ്ണം പ്രാർത്ഥിക്കുവാൻ കഴിയാതെ പിശാച് നിന്നിലുള്ള ദൈവിക പദ്ധതികളെ ഉടച്ച് പ്രാർത്ഥിപ്പാൻ കഴിയാതെ വ്യാപരിക്കുന്ന അന്ധകാര മേഖലകൾ ഇന്ന് രാത്രി തകർന്നിട്ട് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പുരബല ചുടമന ചുടബല ഹതനക ധാരക ധേരക ശകനക അർച്ചല ചല മന രഹസ്തന ദിഗൽക്കമാനിയ രട്ടീനി മന ഹതനകടകത്തുനി അടലം ചൽമനം ചാൽമനം വൈഷമം ധനാദനം വേദകറ്റം വനാദിവർദ്ധനം വൈട്ടമനകഥനം ചാൽമനകത്തം. ദൈവകൃപ, ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ ഇറങ്ങി വരുവാൻ പ്രാർത്ഥിക്ക്. ഒരു പ്രാർത്ഥനയുടെ ശക്തി ഇറങ്ങി വരട്ടെ. ഒരു ദൈവകൃപയുടെ ആഴം ഇറങ്ങി വരട്ടെ. ചാലം 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 അന്തലവർത്തവല കുടവം തര വർത്തിവലക്ഷകനേതവരന്തം വേദക്കറ്റം അന്തരവത്തുവരാധവരം ധനഭേദകരാധവരം ശമനം ധനക വൈഷാമാന വൈദാമാന ചൂടാമാന ചൂടവരക്ഷ ഉടബലഘടകം ചുടബലഘടകം ശംദല വൈഷം
കത്തട്ടെ കത്തട്ടെ കത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചലനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചലനങ്ങൾ. ഓ, ഇന്ന് രാത്രി ദൈവകരം ആരൊക്കെ തൊടുകയാണ്. നീ ഇന്നലെ വരെ പ്രാർത്ഥിച്ചതുപോലെയല്ല. നിന്റെ മേലൊരു പ്രാർത്ഥനയുടെ അഭിഷേകം യേശുവിൻ്റെ നാമത്തിൽ ഓപ്പണാകട്ടെ. ററ്റാനിയ, വെളിപ്പാടുകളെ കാണുന്ന ഒരു പ്രാർത്ഥന, വെളിപ്പാടുകളെ കാണുന്ന, ഓ പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറുകയാ. നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ചില വെളിപ്പാടുകളെ കണ്ടു പ്രാർത്ഥിക്കുന്ന നിലവാരത്തിൽ ആത്മാവി പ്രാർത്ഥിക്ക്. ഇന്ന് രാത്രി അസാധാരണമായ ആത്മാവിന്റെ ചലനം.